ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സിസ്റ്റർ മേരി കുട്ടിയാനിക്കൽ. സൃഷ്ടാവായ ദൈവത്തിന്റെ സ്നേഹം പൊട്ടിവിടർന്നതാണല്ലോ ഈ പ്രപഞ്ചവും അതിലെ സർവ്വചരാചരങ്ങളും. സ്നേഹത്തെ ഒരിക്കലും ഒതുക്കി നിർത്താനാവില്ല. നദി എപ്പോഴും ഒഴുകാൻ വെമ്പൽ കൊള്ളുന്നതുപോലെ സ്നേഹനിർജ്ജരി ഒഴുകിയിറങ്ങാനും സൃഷ്ടിപരതയ്ക്ക് വഴിയാകുവാനും തത്രപ്പെടുന്നു. പ്രപഞ്ചം ഒന്നാണെന്നും ഒപ്പം തന്നെ വൈവിധ്യപൂർണമാണെന്നുമുള്ള അറിവിൽ നിന്നുകൊണ്ട് തന്നെയും മറ്റുള്ളവരെയും സമഭാവനയോടെ കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ സ്നേഹം. മനുഷ്യജീവിതം അതോടൊപ്പം കുറെ നല്ല മൂല്യങ്ങളാൽ പണിതുയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. ഏതാനും മൂല്യങ്ങളെക്കുറിച്ച് ഈ പ്രഭാതത്തിൽ നമുക്ക് വിചിന്തനം ചെയ്യാം. വിനയമുള്ള വ്യക്തികൾക്ക് വിജയമുണ്ടാകൂ. എന്താണ് വിനയം? തനിക്ക് ഒറ്റയ്ക്കൊരു നിലനിൽപ്പില്ല എന്ന തിരിച്ചറിവാണത്. അന്യൻ ഉണ്ട് എന്ന ഓർമ്മ അവരന് അനുഗുണമായ വാക്കിലും പ്രവൃത്തിയിലും പെരുമാറ്റത്തിലും അപ്പോൾ നിരന്തരം പ്രകടമാകും. മര്യാദയുള്ള മനുഷ്യരായി വളരാൻ അതിരുകളില്ലാത്ത പ്രപഞ്ചത്തിൽ ഒരാൾ ഇടം കണ്ടെത്തുമ്പോൾ മറ്റൊരാളുടെ ഇടത്തിനെ മാനിക്കുന്നതും സ്വന്തം അതിരുകൾ അറിയുന്നതുമാണെന്ന് കണ്ടെത്തുക. സത്യസന്ധതയുള്ളവരാകുക. ഏത് ബന്ധത്തിന്റെയും ഇടപാടിന്റെയും തുടക്കത്തിൽ അല്പസ്വല്പ നഷ്ടങ്ങൾ ഉണ്ടാകുന്നുവെന്ന് കരുതുമ്പോഴും കാലക്രമേണ അവയെല്ലാം പരമാവധി ലാഭമായി മാറും എന്ന് വിശ്വസിക്കുവാനുമുള്ള കരുത്തുണ്ടാവുക. വിശ്വസ്തതയും ശ്രദ്ധയും ഉണ്ടാവുക. ചെയ്യുന്ന പ്രവൃത്തി തനിക്കും മറ്റുള്ളവർക്കും ഒരേപോലെ ഗുണകരമായി തീരണമെന്ന നിർബന്ധ ബുദ്ധിയുണ്ടാകണം. കൃത്യനിഷ്ഠയുള്ളവരാകുക. സമയത്തിനും സന്ദർഭത്തിനും അനുസൃതമായി കാര്യങ്ങൾ ശുഷ്കാന്തിയോടെ ചെയ്യുന്നതാണത്. പരസ്പരം പരിചരിക്കാനും പങ്കുവയ്ക്കുവാനും കഴിവാർജിക്കുന്നതോടൊപ്പം നന്ദിയും കടപ്പാടുമുള്ളവരായി വളരുക ഏറെ ശ്രേഷ്ഠമാണ്. അതുപോലെ നിശ്ചയദാർഢ്യവും ആത്മവിശ്വാസവും നമ്മിൽ നട്ടുനനച്ചു വളർത്തേണ്ട വിലപ്പെട്ട മൂല്യങ്ങളുടെ തായ്വേരുകളാണ്. ഐക്യബോധവും കൂട്ടായ്മയും ഉത്തരവാദിത്തത്തോടെയുള്ള കടമ നിർവഹണവും സഹിഷ്ണുതയും അവധാനതയും സഹതാപവും അനുതാപവുമുള്ളവരായി വളരാൻ പരിശ്രമിക്കുക. പരസ്പരം ക്ഷമിക്കാനും മറക്കാനുമുള്ള സന്മനസ്സുണ്ടാവുക. വൃത്തിയും വെടിപ്പും സംവേദനക്ഷമതയും അഹിംസാഭാവവും വളർത്തുക. സൃഷ്ടിപരതയോടുള്ള ആഭിമുഖ്യവും മിതത്വം പാലിക്കുന്ന സ്വഭാവവും വളർത്തുന്നത് നല്ലതാണ്. ഒരുവന്റെ സ്വാതന്ത്ര്യം മറ്റൊരുവന്റെ സാഹചര്യമാണെന്ന ഓർമ്മ നമ്മിൽ ഉണർത്തുന്ന സ്വാതന്ത്ര്യത്തോടൊപ്പം രാജ്യസ്നേഹവും ത്യാഗസന്നദ്ധതയും വളർത്തിയെടുക്കുന്നതും നല്ല ശീലമാണ്. സ്വന്തമിടം അന്യർക്കു വേണ്ടി തുറന്നുകൊടുത്ത് നമ്മുടെ സുഖസൗകര്യങ്ങൾ പരമാവധി പങ്കുവയ്ക്കുന്നത് വലിയൊരു ത്യാഗപ്രവൃത്തിയാണ്. ഏവർക്കും ആതിഥ്യമരുളാൻ പറ്റുന്ന സാഹോദര്യഭാവം ഓരോരുത്തരുടെയും ജീവിതത്തിൽ വിടർന്നു പുഷ്പിക്കുവാൻ അനുവദിക്കുക. ഒരു മൂല്യത്തിന്റെ ആന്തരികവും ബാഹ്യവുമായ രണ്ടവസ്ഥകളാണല്ലോ ശാന്തിയും സമാധാനവും. ആന്തരികമായ സ്വസ്ഥതയും ഒരുമയോടെയുള്ള പ്രവർത്തനവുമാണ് ഈ മൂല്യത്തിന്റെ രണ്ടറ്റങ്ങൾ. നമ്മുടെ ആന്തരിക സ്വാസ്ഥ്യം മറ്റുള്ളവർക്ക് സമാധാനമായി ഭവിക്കുന്നു. ഇതുള്ളിടത്ത് ഒരുവൻ മറ്റൊരുവന് മധുവാണ്. ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ടെങ്കിൽ അത് ഈ മധുരമാണ്. വിനയമുള്ള മനസ്സിൽ വചനവിത്ത് തഴച്ചു വളർന്ന് 100 മേനിഫലങ്ങൾ പുറപ്പെടുവിക്കുന്നു. സത്യം തളം കെട്ടി നിൽക്കുന്ന പളുങ്കുപാത്രം പോലെയാകും നിർമ്മലമായ മനസ്സാക്ഷിയുള്ളവരുടെ ജീവിതം. അവിടെ വിശുദ്ധിയുടെ കൂടാരം പണിതുയർത്താം. നിങ്ങൾ കേട്ട സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് സിസ്റ്റർ മേരി കുട്ടിയാനിക്കൽ.